പോകുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു നറേഷൻ്റെ കൂടെയാണ്. അപ്പം നല്ല രീതിയിലൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാർക്കോയ്ക്ക് ശേഷം നല്ലൊരു മാർക്കോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നല്ലൊരു പടമാണ്. എന്നാലും കോമഡി പ്രതീക്ഷ ആരും വരണ്ട, ഒരു ഇമോഷണൽ രീതിയിലാണ് പോയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദനും നിഖിലയൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് നമ്മുടെ ഉണ്ണിമുകുന്ദനും നിഖില വിമലും പ്രധാന വേഷത്തിൽ വരുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല മൂവിയാണ്, നല്ലതാണ്. ഉണ്ണിമുകുന്ദൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്റ്റോറിയാണ്, ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടപ്പെടും. നല്ലൊരു സബ്ജക്റ്റാണ്, വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി പ്രതീക്ഷ ആരും വരണ്ട, ഒരു ഇമോഷണൽ രീതിയിലാണ് പോയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഉണ്ണിമുകുന്ദനും നിഖിലയൊക്കെയുള്ള അവരുടെ കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല, സുധീഷ് അതെല്ലാവരും നല്ല അഭിനയമാണ്, നല്ലൊരു തീമാണ്. ഒരു ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റത്തില്ല. ആരും അങ്ങനെ പ്രതീക്ഷ വരണ്ട, ഇമോഷൻസ് ആണ് കൂടുതൽ. അത് നമുക്ക് റിലേറ്റ് ഫാമിലി സബ്ജക്റ്റാണ്, ഫാമിലി എൻ്റർടൈനർ. ഉണ്ണിമുകുന്ദൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. മാർക്കോയ്ക്ക് ശേഷം നല്ലൊരു മാർക്കോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നല്ലൊരു പടമാണ്. എന്നാലും ഫാമിലി സ്റ്റോറിയാണോ? ഫാമിലി സ്റ്റോറിയാണ്. കോമഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടില്ല. തിയേറ്ററിൽ കാണാറുണ്ടല്ലേ? കൊള്ളാം, നല്ല പടമായിരുന്നു. ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണോ? ഫാമിലി സ്റ്റോറിയാണ്. ഇൻ്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു, ഫസ്റ്റ് ഹാഫിന് ശേഷം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാ ഉണ്ണിമുകുന്ദനും നിഖിലയൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നൈസായിരുന്നു, നല്ല പടമായിരുന്നു. മാർക്കോ ഇതും രണ്ട് ഡിഫറെൻറ്റ് വേരിയൻറ്റിലുള്ള പടങ്ങളാണ്. ഒന്ന് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ആക്ഷനാണ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ടൈപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കോമഡീസൊക്കെ അത്യാവശ്യമുണ്ട്, എങ്കിലും കൂടുതൽ ഇമോഷണലായിട്ടുള്ള രീതിയിലുള്ളതൊക്കെ തന്നെയാണ്. വാച്ചബിൾ ആണ്, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ടൈപ്പാണ്. നല്ല പടം. എടുത്തു പറയാനെല്ലാം കൊള്ളാം, നല്ല സബ്ജക്റ്റാണ്, നല്ല മ്യൂസിക്, എല്ലാം. കോമഡി എങ്ങനെ എന്തെങ്കിലും ബ്രോ? അല്ല ഫാമിലി സബ്ജക്റ്റ്? കോമഡി ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഫാമിലി ബേസാണ്. പോകുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു നറേഷൻ്റെ കൂടെയാണ്. അപ്പം നല്ല രീതിയിലൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫണ്ണി ഒരു സിനിമയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വന്നിരുന്നത്. സിനിമ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ലൈഫിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും. ഇത് രണ്ട് കാര്യങ്ങളാണ് സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് പല കാര്യങ്ങളായിട്ട് പല പ്ലോട്ട്സിലായിട്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ ഏതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസ് പ്ലോട്ട് ഉണ്ട്. എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിൽ ഇങ്ങനെ കിടക്കുവാണ് സിനിമ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പം പ്രേക്ഷകർ തമ്മിൽ ഒരു നമ്മളിപ്പോൾ ഒരു നല്ലൊരു തിരക്കഥയാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരു കോമൺ ത്രെഡിൽ കോർത്ത് എടുക്കണ്ടേ. ഇത് അങ്ങനെയല്ല, ഇത് റാൻഡമായിട്ട് കുറേ എന്തൊക്കെ ഈ സീൻ വരുന്നു, പിന്നെ ഇത് വരുന്നു ഇങ്ങനെ പോയി അവസാനം കൊണ്ടെത്തിച്ചിട്ട് ക്ലൈമാക്സ് ഒക്കെ എത്താറാകുമ്പോഴത്തേക്കും നമുക്കൊരു ഊഹിച്ചെടുക്കാം ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, കുറേ ഒരു ഫൺ എലിമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകപ്പാടെ എനിക്ക് ഒരു തമാശ, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു നടൻ്റെ ഒരു റെഫറൻസ് സീൻ വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പോർഷന് കൊടുക്കുന്ന BGM അതും. പിന്നെ ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു നുറുങ്ങ് തമാശകൾ മാത്രമേ എനിക്ക് പേഴ്സണലി, അതേപോലെ തിയേറ്ററിലും അങ്ങനത്തെ രീതിയിൽ വർക്കൗട്ട് ആയുള്ളൂ. അങ്ങനെ